ഹായ് ഓൾ, എല്ലാവർക്കും എബീസ് അക്കാദമിയിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 മാത്തമാറ്റിക്സിലെ ചാപ്റ്റർ 4 ആയ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ആണ്. ഇത് എല്ലാ കുട്ടികൾക്കും വളരെ ഇൻട്രസ്റ്റിംഗും വളരെ എളുപ്പമായിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. നമുക്ക് ഫസ്റ്റ് ഈ ചാപ്റ്ററിന്റെ തീം എന്താണെന്ന് നോക്കാം. ഓക്കെ, ഈ ചാപ്റ്ററിന്റെ തീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇക്വേഷൻ ട്രൂ ആണോ അല്ലെങ്കിൽ അത് പ്രൂവ് ആണോ എന്ന് നമ്മൾ തെളിയിക്കുകയാണ്. അതിനുവേണ്ടി 3 സ്റ്റെപ്പുകളുണ്ട്. ഈ ചാപ്റ്ററിൽ വേറെ ഒരു സബ് ഹെഡിങ്സും ഇല്ല, അതുകൊണ്ട് നിങ്ങൾ അതൊന്നും പേടിക്കേണ്ട. നമുക്ക് ആദ്യം തന്നെ ഈ ചാപ്റ്റർ ഒരു ക്വസ്റ്റ്യൻ ചെയ്തതുകൊണ്ട് നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ എന്താക്കിയ കാര്യങ്ങളെന്ന് നോക്കാം. കാരണം ഈ 3 സ്റ്റെപ്പ് നിങ്ങൾക്ക് ഒന്നിച്ച് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. അപ്പോൾ നമുക്ക് ഒരു പ്രോബ്ലം വഴി പോകാം. ഫസ്റ്റ് നമുക്കൊരു പ്രോബ്ലം എഴുതാം, അല്ലെങ്കിൽ ഒരു ഇക്വേഷൻ എഴുതാം. 1 + 2 + 3 up to n is equal to n into n + 1/2. ഇതൊക്കെ നമുക്ക് സിമിലർ ആയിട്ടുള്ള ഒരു ഇക്വേഷനാണ്. പക്ഷേ ഇക്വേഷൻ പ്രൂവ് ചെയ്യാൻ പറ്റുമോ എന്ന്, അല്ലെങ്കിൽ ഇത് ട്രൂ ആണോ എന്ന് നമ്മളോട് തെളിയിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് ചെയ്യണം. അതിനുവേണ്ടി നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പുട്ട് n = 1. n = 1 ആണ് കേസ്. അപ്പം നമുക്ക് P(1) എന്ത് കിട്ടും? നമുക്കറിയാം P(n) എന്താ? n ഇൻറ്റു ഈക്വേഷൻ തന്നെയാണ്, n ഇൻറ്റു n + 1/2 ആണ് P(n). അപ്പോൾ P(1) എന്തായിരിക്കും? 1 ഇൻറ്റു 1 + 1/2. ഓക്കെ, P(1) എന്താ നമുക്ക് കിട്ടേണ്ടത്? P(n) എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ nth ടേം ആണ്, nth ടേം വരെയുള്ള സമ്മ്. P(1) എന്ന് പറഞ്ഞാൽ 1th ടേം വരെയുള്ള സമ്മ്. ഇത് 1th ടേം എന്ന് പറയുമ്പോൾ ഇവിടെ 1 ആണ്. 1 വരെയുള്ള സമ്മ് എന്ന് പറഞ്ഞാൽ എന്താ? 1 തന്നെയല്ലേ? അപ്പം നമുക്ക് ഇതിൻ്റെ ആൻസർ ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടേണ്ട ആൻസർ 1 ആണ്. 1 വരെയുള്ളതിൻ്റെ സമ്മ് എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു 2, 1 + 1 2 / 2, വിച്ച് ഈസ് ഈക്വൽ ടു 2/2 എന്താ? 1. ഓക്കെ, അപ്പം നമുക്ക് എന്തായിരുന്നു കിട്ടേണ്ടത്? 1 ആയിരുന്നു കിട്ടുന്നത്, 1 തന്നെ കിട്ടി. അപ്പോൾ P(1) ട്രൂ ആണല്ലോ, ട്രൂ. ഓക്കെ, സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ അസ്യൂം ചെയ്യുവാണ്. അസ്യൂം P(k) ഈസ് ട്രൂ. അസ്യൂം ദാറ്റ് P(k) ഈസ് ട്രൂ വെയർ k ഈസ് പോസിറ്റീവ് ഇൻറ്റിജർ. k ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ആണ്, പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ആണ് k. ഓക്കെ, k എന്ന് പറഞ്ഞാൽ എന്താണ്? പോസിറ്റീവ് ഇൻറ്റിജേഴ്സ്. ഓക്കെ, ഒരു ട്രൂ ഇക്വേഷൻ അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് ഇക്വേഷൻ ആണെങ്കിൽ ഈ P(k) ട്രൂ ആണെങ്കിൽ P(k + 1) ട്രൂ ആയിരിക്കും. നമുക്കറിയാം P(k) എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ആദ്യം എഴുതി നോക്കാം. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു 1 + 2 + up to k. ഇതിവിടെ n വരെയായിരുന്നെങ്കിൽ ഇവിടെ k വരെയാണ്. k ഈസ് ഈക്വൽ ടു k ഇൻറ്റു k + 1/2. ഓക്കെ, അപ്പം k വരെയുള്ളതിൻ്റെ കിട്ടിയല്ലോ. ഇനി നമ്മൾ P(k + 1) കണ്ടുപിടിക്കാൻ പോവാണ്. ഓക്കെ, P(k + 1). ഈ P(k) ട്രൂ ആണ് നമ്മൾ അസ്യൂം ചെയ്യുകയാണ് കേട്ടോ. ഇത് അസംഷൻ ആണ്, ഈ സ്റ്റെപ്പ് അസംഷൻ ആണ്. അപ്പം P(k) എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസംഷൻ ആണ്. P(k + 1) തെളിയിക്കാൻ പോകുന്നതാണ്. P(k) ട്രൂ ആണെങ്കിൽ P(k + 1) ട്രൂ ആയിരിക്കും, ഒരു ട്രൂ സൊല്യൂഷന്. P(k + 1) ട്രൂ അല്ലെങ്കിൽ ഇതൊരു ട്രൂ സൊല്യൂഷൻ അല്ല, ഒരു ട്രൂ ഇക്വേഷൻ അല്ല. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഈ P(k + 1) ട്രൂ ആണോ എന്ന് പ്രൂവ് ചെയ്താൽ പോരെ. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി നമുക്ക് പോവാം. ഫസ്റ്റ് P(k + 1) കണ്ടുപിടിക്കാം. P(k + 1) ഇതിൻ്റെ P(k) വരെയുള്ളതിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. അപ്പം 1 + 2 + up to k + 1. ഓക്കെ, k + 1 വരെയുള്ള ടേം നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. ഇതെന്തായിരിക്കും? ഇതിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? ഈസ് ഈക്വൽ ടു 1 തൊട്ട് k വരെയുള്ളതിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. ഏതാ? k ഇൻറ്റു k + 1/2. ഇതിൻ്റെ കൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്യുന്നു? ഈ k + 1ൻ്റെ ഈ kയുടെ കൂടെ കിടക്കുന്ന k + 1 ആഡ് ചെയ്യുന്നു. ഓക്കെ, പ്ലസ് k + 1. ഓക്കെ, ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യാൻ പോകണം. ഇതിൻ്റെ കോമൺ ഡിനോമിനേറ്റർ ആക്കാൻ വേണ്ടി നമ്മളിവിടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നു. 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു, വിച്ച് ഈസ് ഈക്വൽ ടു k ഇൻറ്റു k + 1 പ്ലസ് 2 ഇൻറ്റു k + 1/2. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു, നമ്മളിവിടെ സിംപ്ലിഫൈ ചെയ്യുവാണേ. ഇവിടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? k വെച്ച് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. k ഇൻറ്റു k, k². k ഇൻറ്റു 1, k² k. പിന്നെ പ്ലസ് ഇവിടെ നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക ചെയ്യുന്നത്, ഇവിടെയും ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക ചെയ്യുന്നത്. ഓക്കെ, 2 ഇൻറ്റു k, 2k, 2 ഇൻറ്റു 1 2/2. ഓക്കെ, k² + k + 2k + 2/2. നമുക്ക് ഇതിൽ ഈ kയും 2kയും തമ്മിൽ ആഡ് ചെയ്യാലോ. kയും 2kയും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? k² + 3k + 2/2 എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, നമ്മളിതിനെ 10th ക്ലാസ്സിൽ പഠിച്ച ഒരു ഇക്വേഷൻ ഉണ്ട്, -b + or -√(b² - 4ac/2a). ഈ ഇക്വേഷനിലേക്ക് നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്.
ബി എന്ന് പറഞ്ഞാൽ 3 ആണ്. -3 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് മീൻസ് 3 square 9 minus 4 into a into c, that is 8 divided by, that is 4 into a എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ കോഎഫിഷ്യന്റ് ഓഫ് k square 1 into c എന്ന് പറഞ്ഞാൽ 2. ഓക്കെ, divided by 2 into 1 2, which is equal to -3 plus or minus root of 1, that is 9 minus 8 എന്ന് പറഞ്ഞാൽ 1 ആണ്. അതിൻ്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. divided by 2 നമുക്ക് എന്ത് കിട്ടും? which is equal to -3 plus 1 divided by 2 or -3 minus 1 divided by 2, which is equal to -2 by 2 or -4 by 2, which is equal to -1 or -2. ഇവിടെ മൈനസ് സൈൻ കിടക്കുന്നതുകൊണ്ട് നമ്മൾ ഈ ഫാക്ടറൈസ്ഡ് ഫോമിലേക്ക് എഴുതുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈൻ എടുക്കും. അതായത് ഇങ്ങനെ കിട്ടും: k square plus 3k plus 2 is equal to k plus 1 into k minus k plus 2. ഓക്കെ, അപ്പോൾ നമ്മളത് ഈ വാല്യൂയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. എന്ത് കിട്ടും? k plus 1 into k plus 2 divided by 2. ഈ ഇക്വേഷനും നമ്മൾ ഫസ്റ്റ് എഴുതിയ ഒരു കെയുടെ ഇക്വേഷൻ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു എന്നിൻ്റെ ഇക്വേഷൻ ഉണ്ടല്ലോ, അതേതായിരുന്നു? n into n plus 1 divided by 2. ഈ ഇക്വേഷനോട് എന്തെങ്കിലും സിമിലാരിറ്റീസ് ഉണ്ടോ? നമ്മൾ ഈ എന്നിൻ്റെ ഇക്വേഷൻ നമ്മളിപ്പോൾ പി ഓഫ് കെ പ്ലസ് 1 ആണ് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്. പി ഓഫ് കെ എന്ന് പറഞ്ഞാൽ എന്നിൻ്റെ സ്ഥാനത്ത് എന്തിടുന്നു? കെ ഇടുന്നു. പി ഓഫ് എൻ എന്ന് പറഞ്ഞാലോ എന്നിൻ്റെ സ്ഥാനത്ത് എന്തിടുന്നു? എൻ തന്നെ ഇടുന്നു. പി ഓഫ് 1 എന്ന് പറഞ്ഞാലോ എന്നിൻ്റെ സ്ഥാനത്ത് എന്തിടുന്നു? 1 ഇടുന്നു. അപ്പോൾ പി ഓഫ് കെ പ്ലസ് 1 എന്ന് പറഞ്ഞാലോ എന്നിൻ്റെ സ്ഥാനത്ത് എന്തിടുന്നു? കെ പ്ലസ് 1 ഇടുന്നു. അപ്പം നമുക്ക് ശരിക്കും ഇതിൻ്റെ ഈ എന്നിൻ്റെ സ്ഥാനത്ത് കെ പ്ലസ് 1 ഇട്ടാൽ എന്ത് കിട്ടും? ഈ ഇക്വേഷൻ അല്ലേ കിട്ടുന്നത്? ഒന്ന് നോക്കിയേ. കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 1 പ്ലസ് 1, കാരണം ഇവിടെ ഒരു 1 ഉണ്ടല്ലോ, ഡിവൈഡ് ബൈ 2, which is equal to k plus 1 into k plus 2 divided by 2. ഓക്കെ, അതല്ല ഈ ഇക്വേഷൻ. അതായത് നമുക്കിവിടെ k plus 1 ട്രൂ ആണെന്ന് നമ്മൾ തെളിയിച്ചിരിക്കുന്നു. അതായത് നമ്മൾ ആദ്യം എഴുതിയ ഇക്വേഷൻ ട്രൂ ആണെന്ന് നമ്മൾ തെളിയിച്ചു. ഇതായിരുന്നു ഈ പാഠം. ഇത്രയേ ഉള്ളൂ. ഈ പാഠം വളരെ എളുപ്പമുള്ളൊരു പാഠമാണ്. അപ്പം ഈ പാഠത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ അവസാനം നമ്മൾ ഇതിൻ്റെ കൺക്ലൂഷൻ ആയിട്ട് എഴുതണം. ഹെൻസ് ബൈ യൂസിങ് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ദ ഫോളോവിങ് ഇക്വേഷൻ ഈസ് ട്രൂ ഫോർ ഓൾ നാച്ചുറൽ നമ്പേഴ്സ്. ഓർ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം: പി ഓഫ് എൻ ഈസ് ട്രൂ ഫോർ ഓൾ നാച്ചുറൽ നമ്പേഴ്സ്. ഓക്കെ, ഫോളോവിങ് ഇക്വേഷൻ എഴുതിയിട്ട് നമ്മൾ ആ ഇക്വേഷൻ എഴുതിയാലും മതി, അല്ലെങ്കിൽ പി ഓഫ് എൻ എന്ന് പറഞ്ഞാലും മതി. ഓക്കെ, അപ്പോൾ ഇത്രയും വളരെ എളുപ്പമുള്ളൊരു ചാപ്റ്ററാണ്. ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും. ഞാൻ അടുത്തൊരു പ്രോബ്ലത്തിലേക്ക് പോവാം. ഓക്കെ, ഇതാണ് അടുത്ത ഇക്വേഷൻ. ക്വസ്റ്റ്യൻ വരുന്നത് ഇങ്ങനെയാണ്: ബൈ യൂസിങ് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ പ്രൂവ് ദാറ്റ് 1 square plus 2 square up to n square is equal to n into n plus 1 into 2n plus 1 divided by 6. ഇത് നമ്മളോട് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എഴുതുന്നു. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? n is equal to 1. പി ഓഫ് 1 കണ്ടുപിടിക്കുന്നു. പി ഓഫ് 1 എത്രയാണ്? 1 into 1 plus 1 into 2 into 1 plus 1 divided by 6, which is equal to 1 into 2 into 3 divided by 6, which is equal to 6 by 6 equal to 1. ഓക്കെ, അതായത് നമുക്ക് ഇവിടെ 1 കിട്ടി. നമുക്ക് എന്താ ശരിക്കും കിട്ടേണ്ടത്? ഇത് ഫസ്റ്റ് ടേം ആണ്. ഫസ്റ്റ് ടേമിൻ്റെ 1ൻ്റെ സ്ക്വയർ. 1ൻ്റെ സ്ക്വയർ എത്രയാണ്? 1 തന്നെ. അതിൽ 1 അല്ലേ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം പി ഓഫ് 1 ട്രൂ ആണ്. ഈ പി ഓഫ് 1 ട്രൂ അല്ലെങ്കിൽ നിങ്ങളൊന്നും പേടിക്കേണ്ട, ഈ ഇക്വേഷനേ ട്രൂ അല്ല. ഓക്കെ, അപ്പം നമുക്ക് കിട്ടി പി ഓഫ് 1 ട്രൂ ആണ്. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എഴുതാൻ പോവാണ്. സെക്കൻഡ് സ്റ്റെപ്പ് അസ്യൂം പി ഓഫ് കെ ഈസ് ട്രൂ. ഓക്കെ, പി ഓഫ് കെ ട്രൂ ആണ് നമ്മൾ അസ്യൂം ചെയ്തു. ദാറ്റ് ഈസ് 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ അപ് ടു കെ സ്ക്വയർ ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു കെ പ്ലസ് 1 ഇൻറ്റു 2k പ്ലസ് 1 divided by 6. Okay, hence p of k is true. p of k plus 1 is also true. അടുത്ത സ്റ്റെപ്പാണ്. അതായത് p of k ട്രൂ ആയതുകൊണ്ട് ഒരു ട്രൂ സൊല്യൂഷന് p of k plus 1 ട്രൂ ആയിരിക്കണം. അപ്പോൾ നമ്മൾ p of k plus 1 ട്രൂ ആണോ എന്നാണ് നോക്കുന്നത്. അപ്പോൾ p of k plus 1 is equal to 1 square plus 2 square up to plus k square plus k plus 1 all square
ഈസ് ഈക്വൽ ടു ഈ 1 തൊട്ട് കെ സ്ക്വയർ വരെയുള്ളതിൻ്റെ അറിയാലോ, അതേതാണ് കെ ഇൻറ്റു കെ പ്ലസ് 1 ഇൻറ്റു 2k പ്ലസ് 1 ഡിവൈഡ് ബൈ 6. ഇവിടെ എന്ത് ആഡ് ചെയ്തു? അഡീഷണൽ ആയിട്ട് പ്ലസ് കെ പ്ലസ് 1 ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പം നമ്മൾ ഇത്രയും ചെയ്തു. ഇനി ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യാൻ പോവുകയാണ്. അപ്പം ഇതിൻ്റെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കോമൺ ഡിനോമിനേറ്റർ ആക്കുന്നു, 6 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പം കെ ഇൻറ്റു കെ പ്ലസ് 1 ഇൻറ്റു 2k പ്ലസ് 1 പ്ലസ് 6 ഇൻറ്റു കെ പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ 6. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് കെ പ്ലസ് 1നെ നമുക്ക് പുറത്തേക്ക് എടുത്തിടാം. കെ പ്ലസ് 1നെ പുറത്തേക്ക് എഴുതുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 1 ഇൻറ്റു കെ ഇൻറ്റു ഇവിടുത്തെ കെ പ്ലസ് 1 പുറത്ത് പോയില്ലേ, 2k പ്ലസ് 1. ഓക്കെ, ഇവിടെ മിച്ചം 2k പ്ലസ് 1ഉം കെയേ ഉള്ളൂ. അപ്പം നമ്മൾ ആ കെയും 2k പ്ലസ് 1ഉം എഴുതി. പ്ലസ് ഇവിടെ എന്തുണ്ട്? ഇവിടെ ഒരു കെ സ്ക്വയർ ആയിരുന്നു, അപ്പം ഒരെണ്ണേ പോയിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ 6k പ്ലസ് 1 ഉണ്ട്. ഓക്കെ, ഡിവൈഡഡ് ബൈ 6 എഴുതുന്നു. നമ്മൾ ഇനിയും സിംപ്ലിഫൈ ചെയ്യാൻ പോവാണ്. നമുക്കിങ്ങനെ കിട്ടും കെ പ്ലസ് 1 ഇൻറ്റു ഇവിടെ കെനെ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നു, 2k സ്ക്വയർ. കെ വെച്ച് 2kനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പം 2k സ്ക്വയർ കിട്ടി. 2k സ്ക്വയർ ഇൻറ്റു പ്ലസ് ഇവിടെ പ്ലസ് ആണ്, പ്ലസ് കെ ഇൻറ്റു 1 കെ പ്ലസ് 6 ഇൻറ്റു കെ 6k പ്ലസ് 6 ഇൻറ്റു 1 6 ഡിവൈഡഡ് ബൈ 6 വിച്ച് ഇസ് ഈക്വൽ ടു കെ പ്ലസ് 1 ഇൻറ്റു 2k സ്ക്വയർ പ്ലസ് 7k പ്ലസ് 6 ഡിവൈഡഡ് ബൈ 6. ഇതിൻ്റെ ഈ ഇക്വേഷൻ്റെ ഫാക്ടറൈസ്ഡ് ഫോം നമ്മൾ എഴുതുന്നു. ഇതിൻ്റെ ഫാക്ടറൈസ്ഡ് ഫോം എന്താണ്? അത് -b പ്ലസ് ഓർ മൈനസ് വെച്ചോ അല്ലാതെ തന്നെ നമുക്ക് മനസ്സിൽ കൂട്ടാൻ പറ്റും. മൾട്ടിപ്ലിക്കേഷൻ സബ്സ്ട്രാക്ഷൻ വെച്ചൊക്കെ നമുക്ക് ചെയ്യാം. അപ്പം ഇതിൻ്റെ ഫാക്ടറൈസ്ഡ് ഫോം നിങ്ങൾ തന്നെ കണ്ടുപിടിക്കാം. 10th നമ്മൾ പഠിച്ചിട്ടുണ്ട് -b പ്ലസ് ഓർ മൈനസ് വെച്ച്. അത് വെച്ച് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ഇത്തിരി കൂടി ബെറ്റർ. നമുക്ക് തെറ്റ് കൂടാതെ പെട്ടെന്ന് തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടാൻ പറ്റും. ഓക്കെ, അപ്പം ഇതിൻ്റെ ബാക്കി ഫാക്ടറൈസ്ഡ് ഫോം ആയിട്ട് നമുക്ക് ഫാക്ടറൈസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് കെ ഈസ് ഈക്വൽ ടു -2 ഓർ -3/2 ആയിരിക്കും. അപ്പം കെ ഈസ് ഈക്വൽ ടു -2 ഓർ കെ ഈസ് ഈക്വൽ ടു -3/2. ഓക്കെ, അപ്പം ഈ കെ ഈസ് ഈക്വൽ ടു -2 ഒക്കെയാണ്. പക്ഷേ ഇവിടെ ഒരു ഫ്രാക്ഷൻ വന്നിട്ടുണ്ട്. ഈ ഫ്രാക്ഷനെ നമുക്ക് കളയാൻ വേണ്ടി ഈ 2നെ ഈ -3 ഇവിടെ ഒറ്റപ്പെടുത്തണം. അപ്പം ഈ 2നെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യണം, കാരണം ഇവിടെ ഡിവിഷൻ ആയിരുന്നു. അപ്പോൾ 2k ഈസ് ഈക്വൽ ടു -3 എന്ന് കിട്ടുമല്ലോ. ഇനി ഇതിനെ ഫാക്ടേഴ്സ് ആക്കി എഴുതുമ്പം എന്ത് കിട്ടും? 2k സ്ക്വയർ പ്ലസ് 7k പ്ലസ് 6 ഈസ് ഈക്വൽ ടു k ഇൻറ്റു k പ്ലസ് 2. ഇവിടെ മൈനസ് ആണ്, അതുകൊണ്ട് ഇവിടെ പ്ലസ് വന്നു. k പ്ലസ് 2 ഇൻറ്റു 2k പ്ലസ് 3. ഓക്കെ, ഇത്രയും കിട്ടിയല്ലോ. ഇനി നമ്മൾ ഈ വാല്യൂസ് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? k പ്ലസ് 1 ഇൻറ്റു k പ്ലസ് 2 ഇൻറ്റു 2k പ്ലസ് 3 ഡിവൈഡഡ് ബൈ 6. ഇതാണ് ഇതിൻ്റെ മാക്സിമം സിംപ്ലിഫൈഡ് ഫോം. ഈ സിംപ്ലിഫൈഡ് ഫോമിൽ നാം ആദ്യം എഴുതിയ ഇക്വേഷൻ ഉണ്ടല്ലോ, n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ഡിവൈഡ് ബൈ 6 ആയിട്ട് എന്തെങ്കിലും ഒരു കോമ്പിനേഷൻ ഉണ്ടോ എന്ന് ആലോചിച്ച് നോക്കിയേ. കോമ്പിനേഷൻ ഉണ്ട്, പറയട്ടെ. ഇവിടെ നമ്മൾ എന്നിൻ്റെ സ്ഥാനത്ത് നമ്മൾ p(k+1) ആണ് നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ p(k+1) കണ്ടുപിടിക്കുമ്പോൾ എന്നിൻ്റെ സ്ഥാനത്ത് എന്ത് വരണം? k+1 വരണം. ഇവിടെ നോക്കി k+1 എന്നിൻ്റെ സ്ഥാനത്ത് വന്നു. ഇവിടെ k+1 +1, അതുകൊണ്ടാണ് ഇവിടെ k+1ൻ്റെ 1ൻ്റെ കൂടെ ഇവിടെ കിടന്ന ഒരു 1ഉം കൂടെ ആഡ് ചെയ്തപ്പോഴത്തേക്കും എന്ത് പറ്റി? ഇവിടെ k+2 ആയി. ഇവിടെ 2k പ്ലസ് 3, ഇവിടെ 2n+1. ഇതെങ്ങനെ വന്നെന്ന് പറയട്ടെ. നമ്മൾ 2 ഇൻറ്റു k+1 ആണല്ലോ, എന്നിന് വരും k+1 എടുത്ത് +1. അപ്പോൾ 2-നകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 2k പ്ലസ് 2 പ്ലസ് 1 വിച്ച് ഈസ് ഈക്വൽ ടു 2k പ്ലസ് 3 എന്ന് കിട്ടിയല്ലേ. അതല്ലേ ഇവിടെ കിടക്കുന്നത്. അപ്പം ശരിക്കും ഈ ഇക്വേഷനും ഈ ഇക്വേഷനും തമ്മിൽ കണക്ഷൻ ഇല്ലേ. അപ്പോൾ നമുക്ക് പറയാം ഹെൻസ് ബൈ യൂസിങ്
പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ദ ഫോളോവിങ് ഇക്വേഷൻ ഈസ് ട്രൂ ഫോർ ഓൾ നാച്ചുറൽ നമ്പർ. ഓക്കെ, അപ്പം ഈ ഇക്വേഷൻ ട്രൂ ആണെന്ന് നമ്മൾ തെളിയിച്ചു. ഇത്രയും എഴുതി വെച്ചാൽ ഫുൾ മാർക്കാണ്. ഈ കൺക്ലൂഷനും കൂടെ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. വളരെ എളുപ്പമുള്ള ഒരു ചാപ്റ്ററാണ്. മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ്. ഇത് കണ്ടുപിടിക്കാനായിട്ട് ഒരു എളുപ്പവിദ്യയുണ്ട്. അതുമായിട്ട് ഞാൻ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. അപ്പോഴത്തേക്കും എല്ലാവർക്കും ബൈ. നിങ്ങൾ ഇതിരുന്ന് സെറ്റപ്പായിട്ട് നിങ്ങൾ പഠിക്കുക. ഓക്കെ, ടെസ്റ്റ് കൊടുത്തേക്കുന്ന പ്രോബ്ലംസ് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. ഓക്കെ.